വളരെ സുന്ദരിയായ അന്നക്കുട്ടിയാണ് പിന്നീട് വാഴ്ത്തപ്പെട്ട അൽഫോൺസമ്മയായി മാറിയത്. ശരിക്കും ജനനം മുതൽ മരണം വരെയും ഒരുപാട് രോഗങ്ങളിൽ വലഞ്ഞു. ശരിക്കും നമ്മൾ ആ കഥയൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അന്നക്കുട്ടി എന്ന വാഴ്ത്തപ്പെട്ട അൽഫോൺസമ്മയുടെ കഥ എത്ര പേർക്ക് അറിയാം? സത്യം പറഞ്ഞാൽ ജനനം മുതൽ ഏതാണ്ട് മരണം വരെയും ഒരുപാട് അസുഖങ്ങളും എല്ലാം വന്ന് ഒരുപാട് വേദനകളെല്ലാം സഹിക്കേണ്ടി വന്നതല്ലേ അല്ലേ? പക്ഷെ എന്നിട്ടും അൽഫോൺസമ്മയ്ക്ക് ആരോടും ഒരു പരിഭവവും ഇല്ലായിരുന്നു. എല്ലാ വേദനകളും വളരെ സന്തോഷത്തോടു കൂടി എല്ലാം അങ്ങ് സഹിക്കുമായിരുന്നു. അതാണ് അൽഫോൺസമ്മ. അൽഫോൺസമ്മ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ കുടമാളൂരാണ് അൽഫോൺസമ്മയുടെ ജന്മഗൃഹമുള്ളത്. ഞാനിപ്പം ഈ വന്ന് നിൽക്കുന്നത് ഈ ജന്മഗൃഹത്തിൻ്റെ ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ്. ഇവിടെയാണ് ജന്മഗൃഹം ഉള്ളത്. നമുക്ക് ഇതിലെ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജന്മഗൃഹം കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഈ ചുറ്റിനും ഉള്ളത് ഈ ജന്മഗൃഹത്തിൻ്റെ ചുറ്റിനും കെട്ടിയിരിക്കുന്ന പുതിയ ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ജന്മഗൃഹം ഉള്ളത്. കാണിക്കാം ഞാൻ. ഇതുണ്ടോ, നമ്മൾ ഈ ജന്മഗൃഹത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അകത്ത് കാണുന്ന ആ ചെറിയൊരു വീട് കണ്ടോ, അവിടെയാണ് അൽഫോൺസമ്മ ജനിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കിടക്കാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു മുറി കണ്ടോ, അവിടെ അൽഫോൺസമ്മയുടെ ഒരു വലിയൊരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഇതാണ് അൽഫോൺസമ്മയുടെ വീടാണ്. ഇനി അൽഫോൺസമ്മ ഇവിടെ പിറന്ന മുറി തൊട്ടങ്ങപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഈ മുറിയിലാണ് 1910 ഓഗസ്റ്റ് 19 ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായിട്ട് ഈ അൽഫോൺസമ്മ ജനിക്കുന്നത്. അൽഫോൺസമ്മയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നക്കുട്ടി മുട്ടത്തുപാടമെന്നായിരുന്നു. അന്നക്കുട്ടി എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര്. ഈ അന്നക്കുട്ടിയുടെ ജനനത്തിലും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മേരി, അതായത് അന്നക്കുട്ടിയുടെ അമ്മ മേരി ഗർഭിണിയായിരുന്ന സമയത്ത്, ഈ ഉറങ്ങിക്കിടന്ന സമയത്ത് ദേഹത്ത് ഒരു പാമ്പ് കയറി ചുറ്റുന്നത് കണ്ട് പേടിച്ച് നിലവിളിച്ച്, അങ്ങനെ ഭയം മൂലം അസുഖങ്ങളൊക്കെ വരികയൊക്കെ ചെയ്ത്, അങ്ങനെ മാസം തികയാതെ 8ാം മാസത്തിലാണ് ഈ അന്നക്കുട്ടി ജനിക്കുന്നത്. അന്നക്കുട്ടിക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു കേട്ടോ. ചെറുപ്പം മുതൽ മരണം വരെയും നല്ല സൗന്ദര്യമായിരുന്നു അന്നക്കുട്ടിക്ക്. ഞാൻ അന്നക്കുട്ടിയുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് അന്നക്കുട്ടിയുടെ ഒരു ഫോട്ടോയാണ്. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പനോടും വല്യമ്മയോടും കൂടി ഇരിക്കുന്നതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഫോട്ടോയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, എന്ത് സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണെന്ന് കണ്ടോ. ഇതാണ് നമ്മുടെ അന്നക്കുട്ടി. കണ്ടോ, വല്യമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. കണ്ടോ, ഈ അന്നക്കുട്ടി ജനിച്ച് 8 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് അന്നക്കുട്ടിയെ മാമോദീസ മുക്കുന്നത്. അത് കുടമാളൂർ പള്ളിയിൽ വെച്ചായിരുന്നു. അത് ഈ ജന്മഗൃഹത്തിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രം ദൂരേ ഉള്ളൂ ഈ കുടമാളൂർ പള്ളിയിലേക്ക്. അവിടെ വെച്ചാണ് ഈ കുട്ടിക്ക് അന്നക്കുട്ടി എന്നുള്ള പേര് ഇടുന്നതൊക്കെ. അന്നക്കുട്ടി മുട്ടത്തുപാടം, അങ്ങനെയാണ് പേര്. ഇതാണ് കുടമാളൂർ പള്ളിയാണ് ഇത്. അന്നക്കുട്ടി ജനിച്ചു കഴിഞ്ഞും ഈ അന്നക്കുട്ടിയുടെ അമ്മ മേരിക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പേടിച്ച കാര്യമൊക്കെ. ഇങ്ങനെ അസുഖമായി കിടക്കുന്ന ഈ മേരിയെ കാണുവാൻ വേണ്ടി ഈ മേരിയുടെ സഹോദരി അന്നമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വരുമായിരുന്നു വീട്ടിൽ. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഈ മേരി അന്നമ്മയോട് പറഞ്ഞു, നീ എൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണമെന്ന്. കാരണം മേരിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അസുഖം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നക്കുട്ടി ജനിച്ച് 27 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അന്നക്കുട്ടിയുടെ അമ്മ മേരി മരിച്ചുപോയി. പിന്നെ അന്നക്കുട്ടിക്ക് അമ്മ ഇല്ലാതാവുകയായിരുന്നു. അമ്മയുടെ സ്നേഹം ചെറുപ്പത്തിലെ അന്നക്കുട്ടിക്ക് ലഭിക്കാതെ വന്നു. കേവലം 27 ദിവസം മാത്രമാണ് മാതാവിൻ്റെ സ്നേഹം ഈ കുഞ്ഞ് കുട്ടിക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ജന്മഗൃഹത്തിൽ വരുന്ന സമയത്ത് ഇവിടെ പല ഫോട്ടോകളും ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ അടിയിൽ ഇങ്ങനെ ഒരു എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അന്നക്കുട്ടിക്ക് കേവലം 3 മാസം മാത്രമേ മാതാവിൻ്റെ സ്നേഹം കിട്ടിയിട്ടുള്ളെന്ന്. പക്ഷേ അന്നക്കുട്ടിയുടെ മറ്റ് ചരിത്രങ്ങളിലെല്ലാം അൽഫോൺസമ്മയുടെ ജനനം മുതലുള്ള ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാം എഴുതിയിരിക്കുന്നത് 27ാമത്തെ ദിവസം മാതാവ് മരിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഈ കുഞ്ഞിനെ പരിപാലിക്കുവാൻ ആരും ഇല്ലാതെ വന്നതുകൊണ്ട് പിന്നെ ഈ കുഞ്ഞിൻ്റെ മാതൃ സഹോദരിയായ ഈ അന്നമ്മ മുട്ടുചിറയിലെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു, നമ്മുടെ അന്നക്കുട്ടിയെ. പക്ഷേ ഈ മുട്ടുചിറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെയും ഒരു ചെറിയ പ്രശ്നം. കാരണം അന്നമ്മ ആ സമയം ഗർഭിണിയായിരുന്നു.
അതുകൊണ്ട് ഈ കുട്ടിയെ നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം കുടമാളൂരുള്ള വീട്ടിലേക്ക് തന്നെ കൊണ്ട് തിരിച്ച് ആക്കി. പിന്നീട് അന്നക്കുട്ടിയുടെ വല്യമ്മ, അതായത് ത്രേസ്യാമ്മയാണ് പിന്നെ കുറേ കാലം കുഞ്ഞിനെ നോക്കുന്നത്. ഈ പഴയ കാലത്തൊക്കെ കുട്ടികളിൽ എല്ലാം ഉണ്ടാകുന്ന ഒരു അസുഖമായിരുന്നല്ലോ കരപ്പൻ എന്ന് പറയുന്നത്. അത് ദേഹം ആ സകലം ഇങ്ങനെ വ്രണം വന്ന് ഇങ്ങനെ പൊട്ടുന്ന ഒരു അസുഖമായിരുന്നു കരപ്പൻ. നമ്മുടെ സുന്ദരിയായ അന്നക്കുട്ടിക്കും കരപ്പൻ പിടിപെട്ടു. അങ്ങനെ ദേഹമാസകലം വ്രണപ്പെട്ട് ആകപ്പാടെ വേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു. അന്നക്കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ആക്കുന്നത് ആർപ്പൂക്കരയിൽ തന്നെയുള്ള തൊണ്ണാംകുഴി സർക്കാർ സ്കൂളിലായിരുന്നു. അത് 1916 മെയ് 16 സ്കൂളിൽ ചേർക്കുന്നത്. അത് AE അന്ന എന്ന പേരിലാണ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? പിതാവിൻ്റെ സഹോദരനാണ് അന്ന് സ്കൂളിൽ ആക്കുവാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ പിതാവിൻ്റെ സഹോദരൻ്റെ പേര് ഏലുപ്പറമ്പിൽ ഈപ്പൻ എന്നായിരുന്നു. അപ്പം അതുകൊണ്ടാവാം AE എന്ന ഇൻഷൽ വന്നെന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ കാലയളവിലെല്ലാം തന്നെ ഈ അന്നക്കുട്ടിക്ക് അസുഖങ്ങളും കരപ്പനും എല്ലാം ഉണ്ടായിരുന്നു. അതിങ്ങനെ വിട്ടുമാറാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഓരോ അസുഖങ്ങളും ചെറുപ്പം മുതൽ തന്നെ. എങ്കിലും 1917 നവംബർ 27 കുടമാളൂർ പള്ളിയിൽ തന്നെയായിരുന്നു അന്നക്കുട്ടിയുടെ ആദ്യ കുർബാന കൈക്കൊണ്ടത്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കൂടെ പഠിച്ചിരുന്ന എല്ലാ കുട്ടികൾക്കും ഈ അന്നക്കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ആരോടും ഒരു പരിഭവമില്ലാതെ എന്ത് പ്രശ്നം വന്നാലും സന്തോഷത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു പണ്ട് മുതലേ. ഈ ദേഹത്ത് ഇതുപോലെ കരപ്പൻ്റെ അസുഖം വന്ന വേദനയെല്ലാം സ്വയം അങ്ങ് സഹിക്കും. ആരെയും കുറ്റപ്പെടുത്താത്ത ഒരു ജീവിത ശൈലിയായിരുന്നു അന്നക്കുട്ടിയുടേത്. അന്നക്കുട്ടി 1920 3-ാം ക്ലാസ് പാസ്സായി. 4-ാം ക്ലാസ്സിലെ പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടുചിറയിലായിരുന്നു. മുട്ടുചിറ ഗവൺമെൻറ് സ്കൂളിലാണ് 4-ാം ക്ലാസ്സിൽ ചേർത്തത്. മുട്ടുചിറയിലാണ് മേരിയുടെ സഹോദരി അന്നമ്മയുടെ വീട്. അതായത് അന്നക്കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്. അവിടെ നിന്നാണ് വീണ്ടും ഉള്ള പഠനങ്ങളെല്ലാം. അന്നക്കുട്ടിയെ എപ്പോഴും നല്ല വസ്ത്രങ്ങൾ തന്നെ ഇടിപ്പിച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ഈ മാതൃ സഹോദരി. അങ്ങനെ 11 വയസ്സ് ആകാറായി. 11 വയസ്സ് ആകുന്ന സമയത്ത് ഏതാണ്ട് ബാലാരിഷ്ടതകളെല്ലാം ഏതാണ്ട് മാറി. പക്ഷേ ഈ സമയം എല്ലാം അന്നക്കുട്ടിക്ക് സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും കൊതിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമായിരുന്നു അന്നക്കുട്ടിക്ക്. പണ്ടൊക്കെ 12 വയസ്സാകുമ്പോഴത്തേക്കും ഈ പെൺകുട്ടികളെയെല്ലാം വിവാഹം ചെയ്ത് അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇവളുടെ സൗന്ദര്യം കണ്ട് പല ആൾക്കാരും ഈ തങ്ങളുടെ വീട്ടിലേക്ക് അന്നക്കുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു. പണ്ടൊക്കെ വിവാഹത്തിന് വേണ്ടി വധുവിൻ്റെയോ അല്ലെങ്കിൽ വരൻ്റെയോ അഭിപ്രായങ്ങൾ ആരും ചോദിക്കത്തില്ലായിരുന്നു. മാതാപിതാക്കളോ അമ്മാവന്മാരോ ഒക്കെ തമ്മിൽ അവരായിരിക്കും മിക്കവാറും എല്ലാം പറഞ്ഞു ഉറപ്പിക്കുക. അങ്ങനെയാണ് അവർ പറയുന്ന വിവാഹത്തിന് വധൂവരന്മാർ സമ്മതിക്കുക. അങ്ങനെയായിരുന്നു പണ്ട്. ഈ വിവരം അറിഞ്ഞ് അന്നക്കുട്ടിക്ക് വലിയ വിഷമമായി വിവാഹത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട്. കാരണം അന്നക്കുട്ടി സ്വയം അങ്ങനെ തീരുമാനിച്ചു. കാരണം അന്നക്കുട്ടിയുടെ സൗന്ദര്യമാണല്ലോ ഇതുപോലെ വിവാഹ ആലോചനകളൊക്കെ ഇങ്ങനെ വരുവാൻ കാരണം. അപ്പം അന്നക്കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. കാരണം ഈ സൗന്ദര്യം ഇല്ലാതാക്കുക, അതിനുവേണ്ടി കണ്ടെത്തിയ ദേഹം പൊള്ളിപ്പിക്കുക എന്നതായിരുന്നു അന്നക്കുട്ടി ആ സമയത്ത്. അന്ന് ഈ മകരക്കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കണ്ടത്തിലേക്ക് ഈ പതിര് ഇട്ട് ഇങ്ങനെ കത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പഴയ ഉമ്മിക്കരിയില്ലേ, അതുപോലെ. അപ്പം ഈ കണ്ടത്തിൽ ആ സമയത്ത് ഇങ്ങനെ പാടശേഖരത്ത് കതിര് ഇട്ട് കത്തിക്കുന്ന ഒരു സമയത്ത് ആരും കാണാതെ ഒരു പുലർകാല വീട്ടിൽ നിന്നും അന്നക്കുട്ടി ഇറങ്ങിയിട്ട് കാല് പൊള്ളിപ്പിക്കാൻ വേണ്ടി പയ്യെ ഈ കത്തി നിൽക്കുന്ന ഈ കതിർ തീയിലേക്ക് കാല് കൊണ്ടുവച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാല് അങ്ങോട്ട് വെച്ച സമയത്ത് ആ കുഴി വലിയൊരു ആഴമുള്ള കുഴിയായിരുന്നു. ആ ഒരു കാല് തന്നെ 2 കാലും ആ കുഴിയിലേക്ക് വീണ് ദേഹം മുഴുവൻ പൊള്ളി ഇട്ടിരുന്ന വസ്ത്രത്തിലെല്ലാം തീ കയറി പിടിച്ചു. കാലുകളെല്ലാം വല്ലാതെ പൊള്ളുകയൊക്കെ ചെയ്തു. പുലർകാല ഈ നിലവിളി കേട്ട് അടുത്ത് ഉള്ള ആൾക്കാരെല്ലാം ഓടി വന്നു. വേദനയിൽ ഇങ്ങനെ പുളഞ്ഞു നിൽക്കുന്ന അന്നക്കുട്ടി പെട്ടെന്ന് കാല് തൂത്ത സമയത്ത് ഈ ചാരം എല്ലാം കൂടെ പിടിച്ചിരുന്ന ആ കാലിലെ ആ തൊലിയുണ്ടല്ലോ, അത് മുഴുവനും ആയി അങ്ങ് ഉരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാലിലെ തൊലിയെല്ലാം പോയി കാലുകളെല്ലാം അങ്ങനെ തൊലിയില്ലാതെ വെള്ള നിറത്തിൽ ആണ് കാണപ്പെട്ടത്. ആ സമയത്ത് കാലിൽ കാൽത്തളയുണ്ടായിരുന്നു. ഈ കാൽത്തള ഈ എടുക്കാൻ വയ്യാത്ത, അനക്കാൻ വയ്യാത്ത രീതിയിൽ ഈ തൊലിയുടെ ഇടയ്ക്ക് മാംസത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. എന്നിട്ട് ആരോ പോയി തട്ടാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് മുറിച്ച് എടുക്കേണ്ട രീതിയിലേക്കായിപ്പോയി. അന്ന് കാലിൽ ഉണ്ടായിരുന്ന ആ പൊള്ളൽ കാരണം 6-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃത്യമായി സ്കൂളിൽ ഒന്നും പോകുവാൻ സാധിച്ചില്ല.
അതുകൊണ്ട് ആ വർഷം 6-ാം ക്ലാസ്സിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അസുഖം മാറിയ ശേഷം അടുത്ത വർഷമാണ് 6-ാം ക്ലാസ് പാസ്സായത്. അന്നക്കുട്ടിയുടെ വിവാഹം വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം കാരണം പിന്നെ ഈ വളർത്തമ്മ ഈ ഈ വിവാഹ ആലോചനകളിൽ നിന്നും എല്ലാം പിന്നെ പിന്മാറുകയാണ് ചെയ്തത്. ഈ സമയത്തായിരുന്നു മുട്ടുചിറ കർമ്മലീത്ത മഠത്തിൽ നിന്നും കന്യാസ്ത്രീകൾ വന്നിട്ട് ഈ അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കണമെന്ന് നിർബന്ധിച്ചിരുന്നത്. അത് അന്നക്കുട്ടിക്കും വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ പല അന്വേഷണങ്ങൾക്കും പലരുടെയും ഉപദേശങ്ങൾക്കും ഒടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. അത് ക്ലാരിസ്റ്റ് കോൺഗ്രിനേഷനിൽ ചേരുക എന്നതായിരുന്നു. അങ്ങനെ അന്നക്കുട്ടിയും പിതാവും കൂടി ഭരണങ്ങാനത്തേക്ക് യാത്ര തിരിച്ച്. ഭരണങ്ങാനത്ത് വെച്ചാണ് അന്നക്കുട്ടി എന്ന പേര് മാറി അൽഫോൺസ എന്ന പേരിലേക്ക് മാറുന്നത്. കൂടാതെ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ പിടിമുറുക്കുന്നതും രക്തസ്രാവം വരുന്നതും മരണപ്പെടുന്നതും എല്ലാം ഈ ഭരണങ്ങാനത്ത് വെച്ചാണ്. നമുക്ക് നേരെ ഭരണങ്ങാനത്തേക്ക് പോയി അവിടുത്തെ ബാക്കി കഥകളൊക്കെ നോക്കാം. നമ്മളങ്ങനെ കുടമാളൂരിൽ നിന്നും പാലായിലുള്ള ഭരണങ്ങാനത്തേക്ക് പോരുകയാണ്. ഇതിപ്പം പാല ടൗണാണ്. നമുക്ക് നേരെ പോകേണ്ടത് ഭരണങ്ങാനത്തേക്കാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കുള്ള വഴിയാണ്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, വാഗമൺ ആ റൂട്ടാണ്. അപ്പം നമുക്ക് നേരെ ഭരണങ്ങാനത്തേക്കാണ് പോകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നേരെ ഭരണങ്ങാനത്തേക്ക് തന്നെ പോകാം. ഇനിയുള്ള കഥ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി അൽഫോൺസമ്മയുടെ കഥകളൊക്കെ കാണാം.